ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ പ്രസൂൺ. ഒരു ഹെൽത്ത് ഇൻഷുറൻസ് അതിൻ്റെ ഗുണങ്ങൾ നിങ്ങൾക്ക് അറിയുന്ന കാര്യമായിരിക്കും. പക്ഷേ ഇഷ്ടം പോലെ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനീസ് നമ്മുടെ നാട്ടിലുണ്ട്. അവർക്ക് തന്നെ പലതരം പ്രോഡക്ട്സ് ഉണ്ട്, പലതരം ഹെൽത്ത് ഇൻഷുറൻസ് പോളിസികൾ, പ്ലാനുകൾ. ഇതിലേത് ഇൻഷുറൻസ് പോളിസി സെലക്ട് ചെയ്യണം, ഇതിലേതാണ് നിങ്ങൾ എടുക്കേണ്ട പോളിസി? ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്, അതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. വെൽക്കം ബാക്ക് ടു ഡോഫോഡി. അപ്പോൾ നമുക്ക് തുടങ്ങാം. സാധാരണഗതിയിൽ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി ഒരാൾ തിരഞ്ഞു പോകുമ്പം ആദ്യം അവർ ചെയ്യുക, ഓൺലൈനായിട്ടും അല്ലെങ്കിൽ മറ്റുള്ളവരോട്, ബന്ധുക്കളോടും ഫ്രണ്ട്സിനോടും ഒക്കെ ഏതാണ് നല്ല ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എന്ന് തിരക്കും. അവർ പറയുന്ന പോളിസി അവിടെ വിളിച്ചു നോക്കും, അവിടെ പ്രീമിയം നോക്കും. പ്രീമിയം ഏറ്റവും കുറവുള്ള പോളിസി ഏതാണെന്ന് വെച്ചാൽ അതെടുക്കും. ശരിക്കും അങ്ങനെയല്ല ചെയ്യേണ്ടത്. നിങ്ങൾ താമസിക്കുന്ന ഏരിയയിൽ ഏറ്റവും നല്ല ഹോസ്പിറ്റലിൽ വിളിച്ച് ചോദിക്കുക അവർക്ക് ടൈപ്പുള്ള ഇൻഷുറൻസ് കമ്പനികൾ ഏതൊക്കെയാണെന്ന്. ഏറ്റവും നല്ല ഇൻഷുറൻസ് പോളിസി എന്ന് പറഞ്ഞാൽ ഒരു ക്യാഷ്ലെസ് പോളിസി തന്നെയാണ്. ക്യാഷ്ലെസ് പോളിസി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഹോസ്പിറ്റലിൽ അഡ്മിഷൻ ആവുന്ന സമയത്തോ, എന്ത് ഒരു സർജറിനാവട്ടെ, ഒരു പ്രൊസീജിയറിനാവട്ടെ, അല്ലെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും ഒരു എമർജൻസി കണ്ടീഷനാവട്ടെ, ആ സമയത്ത് നിങ്ങളുടെ കയ്യിൽ നിന്നും നിങ്ങളുടെ പോക്കറ്റിൽ നിന്നും ഒരു പൈസ പോലും എടുക്കാതെ കംപ്ലീറ്റ് ക്ലെയിമും ഇൻഷുറൻസ് പോളിസി നേരിട്ട് ഹോസ്പിറ്റലിന് സെറ്റിൽ ചെയ്യുന്ന പോളിസീസിനെയാണ് ക്യാഷ്ലെസ് പോളിസി എന്ന് പറയുക. അപ്പോൾ ഇത് വളരെയധികം കൺവീനിയൻറ്റുമാണ്. നിങ്ങൾക്ക് കൂടുതൽ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല, പൈസ അറേഞ്ച് ചെയ്യാൻ ഓടി നടക്കേണ്ട ആവശ്യമില്ല. കുറേയധികം ഗുണങ്ങളുണ്ട് ഒരു ക്യാഷ്ലെസ് പോളിസി എടുക്കുന്നതിന്. അതിനാദ്യം വേണ്ടത് നിങ്ങളുടെ വീട്ടിൻ്റെ അടുത്തുള്ള നല്ല മികച്ച എല്ലാ സ്പെഷ്യാലിറ്റി സൗകര്യവും ഉള്ള ഹോസ്പിറ്റലിൽ വിളിച്ച് അന്വേഷിക്കുക. അവർക്ക് ഇൻഷുറൻസ് കമ്പനികളായിട്ട് ക്യാഷ്ലെസ് ടൈപ്പ് ഉള്ളത് ഏതെല്ലാം കമ്പനീസാണെന്ന് അന്വേഷിക്കുക. അത്തരം ഏതെങ്കിലും ഒരു കമ്പനീനെ സെലക്ട് ചെയ്യുക. അത് നിങ്ങൾക്ക് ഇൻഷുറൻസ് കമ്പനീൻ്റെ വെബ്സൈറ്റിൽ നോക്കിയാലും മനസ്സിലാവും. അതിനവർ ഉപയോഗിക്കുന്ന വേർഡ് നെറ്റ്വർക്ക് എന്നായിരിക്കും. നെറ്റ്വർക്ക് ഹോസ്പിറ്റൽസ്. ഓരോരോ സ്റ്റേറ്റ് സെലക്ട് ചെയ്താൽ, നമുക്ക് കേരളത്തിലാണെങ്കിൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്റ്റേറ്റ് ആണെങ്കിൽ ആ സ്റ്റേറ്റിലുള്ള ഡിസ്ട്രിക്ട്സിൽ അവർക്ക് ഏതെല്ലാം ഹോസ്പിറ്റൽസുമായിട്ട് ടൈപ്പ് ഉണ്ടെന്ന് ആ ഇൻഷുറൻസ് കമ്പനീൻ്റെ വെബ്സൈറ്റിൽ കറക്റ്റായിട്ട് ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ടാവും. അത് നിങ്ങൾ നോക്കുക. ചിലപ്പോൾ നെറ്റ്വർക്ക് ഹോസ്പിറ്റൽസിന് പകരം കണക്റ്റഡ് ഹോസ്പിറ്റൽസ് എന്നുള്ള വേർഡ് അവർ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ തീർച്ചയായും ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ക്യാഷ്ലെസ് ഫെസിലിറ്റി ഉള്ള ഇൻഷുറൻസ് കമ്പനി നിങ്ങൾക്ക് ആവശ്യമുള്ള ആശുപത്രി, നിങ്ങളുടെ അടുത്തുള്ള, നിങ്ങൾക്ക് എളുപ്പം എത്താൻ പറ്റുന്ന ഒരു ആശുപത്രിയിൽ സെലക്ട് ചെയ്യുക. രണ്ടാമതായി നിങ്ങൾ നോക്കേണ്ടത് തീർച്ചയായിട്ടും പ്രീമിയം തന്നെയാണ്. പക്ഷേ എപ്പോഴും ഒരു കുറഞ്ഞ പ്രീമിയം അടയ്ക്കുന്ന ഒരു കമ്പനി അതിനെ ചൂസ് ചെയ്യുന്നതിന് പകരം അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് തീർച്ചയായിട്ടും വായിച്ചു നോക്കുക. അതിലെന്തെങ്കിലും ഒരു ക്യാച്ച് ഉണ്ടാവും. അപ്പം ബാക്കി എല്ലാ കമ്പനീസും ഒരേ ലെവൽ ഓഫ് പ്രീമിയമാണ്. ഇപ്പോൾ 10,000 to 15,000 റേഞ്ചിലാണ് പ്രീമിയം തരുന്നത്. വേറെ ഏതെങ്കിലും ഒരു കമ്പനി ബിലോ 5,000 ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു പ്രീമിയം ആ ഒരു പോളിസി എടുക്കുന്നതിന് പകരം അതിലെന്തെങ്കിലും ഒരു കാര്യം, ഹിഡൻ ആയിട്ടുള്ള കാര്യം ഉണ്ടാവും. അങ്ങനത്തെ ഒരു പോളിസി സെലക്ട് ചെയ്യേണ്ട. അതിന് പകരം നിങ്ങൾ സം അഷ്യൂർഡ് ആയിട്ടുള്ള എമൗണ്ടിന് മോഡറേറ്റ് ലെവൽ, അതായത് ബാക്കി എല്ലാ കമ്പനീസും കോമ്പറ്റീറ്റീവ് ആയിട്ട് തരുന്ന പ്രീമിയം, ആ എമൗണ്ടിലുള്ള പ്രീമിയം തന്നെ സെലക്ട് ചെയ്യുക. മൂന്നാമത്തെ കാര്യം, ഇതെനിക്ക് നേരിട്ട് അനുഭവപ്പെട്ടതാണ്, റൂം റെൻറ്റിൻ്റെ കാര്യമാണ്. പല ഇൻഷുറൻസ് കമ്പനീസും ഒരു ക്യാപ്പിംഗ്, അതായത് മാക്സിമം ലിമിറ്റ് ഓഫ് റൂം റെൻറ്റ് പറയാറുണ്ട്. അത് പോളിസീൻ്റെ ഫൈൻ ആയിട്ടുള്ള ചെറിയ അക്ഷരത്തിൽ എഴുതിയിട്ടുള്ള കാര്യത്തിൽ കൊടുക്കുന്ന ടേംസ് ആണ്. അതായത് ഒരു ആശുപത്രിയിൽ നമ്മൾ അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ ആ ആശുപത്രീൻ്റെ മാക്സിമം റൂം റെൻറ്റ് ഇൻഷുറൻസ് കമ്പനി തരുന്നത് ഇപ്പോൾ ഉദാഹരണത്തിന് 2,500 ആയിരിക്കും. നിങ്ങൾ അഡ്മിറ്റ് ആവുന്ന ആശുപത്രിയിൽ ചിലപ്പം റൂം റെൻറ്റ് സ്റ്റാർട്ടിങ് AC റൂമൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ 3,000, 3,500 അല്ലെങ്കിൽ 4,000 ഒക്കെ ആയിരിക്കും. അപ്പം നമ്മൾ ആദ്യം വിചാരിക്കുക ഈ 2,500 3,500 എക്സ്ട്രാ ഡിഫറൻസ് മാത്രമേ നമ്മളെ കയ്യിൽ നിന്ന് ആവുകയുള്ളൂ, നമുക്ക് എന്തായാലും ഒരു സിംഗിൾ AC റൂമിൽ തന്നെ എടുക്കുന്നതായിരിക്കും നല്ലത്, ആ എമൗണ്ടേ ആവുകയുള്ളൂ എന്നാണ് നമ്മൾ പൊതുവെ എല്ലാവരും വിചാരിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല. ഓരോ ഹോസ്പിറ്റലിൻ്റെയും ഈ റൂം റെൻറ്റിന് വ്യത്യാസം വരുന്നതിന്, അതിൻ്റെ കോസ്റ്റ് സ്ട്രക്ചറിന് വ്യത്യാസം വരുന്നതിനനുസരിച്ച് തന്നെ ഹോസ്പിറ്റൽസിന് തന്നെ ഈ ഡോക്ടറിൻ്റെ ഫീസും നേഴ്സസിൻ്റെ ഫീസ്, സർവീസ് ചാർജസ്, ചിലപ്പോൾ പ്രൊസീജിയേഴ്സിൻ്റെ ചാർജസ്, ഇതിനെല്ലാത്തിനും മാറ്റം ഉണ്ടാവും. അതായത് ഇപ്പോൾ ഒരു ജനറൽ വാർഡോ അല്ലെങ്കിൽ ഒരു ഷെയർഡ് റൂമിലുള്ള സർവീസ് ചാർജസോ ഡോക്ടർ ഫീസോ ഒന്നും ആയിരിക്കില്ല സിംഗിൾ ഒരു AC റൂമിലുള്ള ചാർജസ്. അപ്പം നമ്മൾ എത്രയാണോ എക്സ്ട്രാ കൂടുന്നത് അത്രയും രൂപ ബാക്കി എല്ലാ ചാർജസിനും നിങ്ങൾ ആ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്ന സമയത്ത് ഈടാക്കുന്ന, ഹോസ്പിറ്റലിൽ നിങ്ങളിൽ നിന്ന് ഈടാക്കുന്ന എല്ലാ ചാർജസും നിങ്ങൾ തന്നെ കയ്യിൽ നിന്ന് എടുക്കേണ്ടി വരും. ഇതിന് പറയുന്നത് പ്രൊപ്പോർഷനേറ്റ് ഡിഡക്ഷൻ എന്നാണ്. നിങ്ങളുടെ ഫൈനൽ
ഇൻഷുറൻസ് ക്ലെയിം അവർ സെറ്റിൽ ചെയ്യുന്ന ആ പേപ്പർ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പ്രൊപ്പോർഷണേറ്റ് ഡിഡക്ഷൻ റൂം റെൻറ്റിന് മാത്രമല്ല ബാക്കി എല്ലാ പ്രൊസീജിയേഴ്സിനും ഡോക്ടേഴ്സ് ഫീസ്, സർവീസ് ചാർജ്, നഴ്സിംഗ് ഫീ എല്ലാത്തിനും അവർ ഈടാക്കിയിട്ടുണ്ട്. അതിനനുസരിച്ച് കുറച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾക്ക്, ഇത് എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ പറയുന്നതാണ്. അധികം ആൾക്കാരും ഈ കാര്യം ശ്രദ്ധിക്കാറില്ല. നിങ്ങളുടെ ഇൻഷുറൻസ് കമ്പനി പറഞ്ഞിട്ടുള്ള മാക്സിമം റൂം റെൻറ്റ് എത്രയാണോ അതിനനുസരിച്ചിട്ടുള്ള റൂം നിങ്ങൾ എടുക്കാൻ ശ്രദ്ധിക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ റൂം റെൻറ്റ് ക്യാപ്പിംഗ്, ഒരു മാക്സിമം ലിമിറ്റ് ഇല്ലാത്ത പോളിസി എടുക്കുന്ന സമയത്ത് ശ്രദ്ധിച്ച് നോക്കി അങ്ങനത്തെ പോളിസി ചൂസ് ചെയ്യുക. ചില പോളിസീസിൽ അവർ ക്ലിയർ ആയിട്ട് പറയും സിംഗിൾ സ്റ്റാൻഡേർഡ് AC റൂം നിങ്ങൾക്ക് എടുക്കാം. അത് എത്ര ചാർജ് ആണെങ്കിലും ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ പോളിസീസിൻ്റെ കൂടെ പോകുന്നതായിരിക്കും നല്ലത്. ചില കമ്പനീസിൽ അവർ പറയുന്നത് റെൻറ്റ് മാത്രമേ പറയുന്നുണ്ടാവുള്ളൂ. 2000 ആയിരിക്കും, ചിലപ്പം 2500 ആയിരിക്കാം. അപ്പോൾ ആ നിരക്കിലുള്ള റൂമുകൾ മാത്രമേ നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കുകയുള്ളൂ. അതിൽ കൂടുതൽ എടുക്കുന്നതിനനുസരിച്ച് നിങ്ങളുടെ കയ്യിൽ നിന്ന് ടോട്ടൽ ബില്ലിൻ്റെ പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് എമൗണ്ട് ഇൻഷുറൻസ് കമ്പനീസ് റെഡ്യൂസ് ചെയ്യും. മൂന്നാമത്തെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒരു വെയിറ്റിംഗ് പീരീഡാണ്. ചിലപ്പോൾ ഫ്രീസിങ് പീരീഡ് എന്നാണ് പറയുക. നിങ്ങൾ ഇന്നൊരു പോളിസി എടുത്തു കഴിഞ്ഞാൽ ചിലപ്പം 1 കൊല്ലം അല്ലെങ്കിൽ 2 years ആണ് അധിക ഇൻഷുറൻസ് കമ്പനീസിനും വെയിറ്റിംഗ് പീരീഡ് ഉണ്ടാവുക. ആ സമയം വരെ നിങ്ങൾക്ക് ക്ലെയിം ഒന്നും ചെയ്യാൻ പറ്റില്ല, അത് ഏത് അസുഖമാണെങ്കിലും. അപ്പോൾ ഏതൊക്കെ കണ്ടീഷൻസിന്, ചിലപ്പോൾ പ്രഗ്നൻസി ആയിരിക്കാം, ചിലപ്പോൾ ആക്സിഡൻറ്റ്സ് ആയിരിക്കാം, ചിലപ്പോൾ എമർജൻസി അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്കോ ആൻജിയോപ്ലാസ്റ്റി, സർജറീസ്, ഇങ്ങനത്തെ പ്രൊസീജിയേഴ്സിനൊന്നും ചിലപ്പോൾ അവർ 2 years വെയിറ്റിംഗ് പീരീഡ് കഴിയാതെ അവർ കവർ ചെയ്യില്ല എന്ന് ഈ ടേംസിൽ എഴുതിയിട്ടുണ്ടാവും. അത് നമ്മൾ ചിലപ്പോൾ അറിയില്ലാവില്ല പോളിസി എടുക്കുമ്പം. അപ്പോൾ വെയിറ്റിംഗ് പീരീഡ് എത്രയാണ്, 1 കൊല്ലമാണോ 2 കൊല്ലമാണോ 4 കൊല്ലമാണോ എത്രയാണെന്നുള്ളത് ക്ലിയർ ആയിട്ട് നിങ്ങൾ അന്വേഷിക്കുക. ഏതെല്ലാം കണ്ടീഷൻസിനാണ് വെയിറ്റിംഗ് പീരീഡ് വരുന്നതെന്നുള്ളത് നിങ്ങൾ നോക്കുക. അതിനനുസരിച്ച് നിങ്ങൾക്ക് ഏറ്റവും മികച്ച പോളിസി ഏതാണെന്ന് വെച്ചാൽ അത് ചൂസ് ചെയ്യുന്നതാണ് നല്ലത്. നാലാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ എല്ലാവരും ചെയ്യുന്ന ഒരു തെറ്റാണ്. പോളിസി എടുക്കുന്ന സമയത്ത് നിങ്ങൾക്കോ നിങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലും നിങ്ങൾ പോളിസിയിൽ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിന് മുമ്പേ ഉണ്ടായിട്ടുള്ള അസുഖം, അതിൻ്റെ വിവരങ്ങൾ കറക്റ്റായിട്ട് റിവീൽ ചെയ്യണം, വെളിപ്പെടുത്തുന്നതാണ് നല്ലത്. അത് നിങ്ങൾ ഒളിച്ചു വെച്ച് കഴിഞ്ഞാൽ ഇൻഷുറൻസ് കമ്പനീസ് മാക്സിമം അതെങ്ങനെയെങ്കിലും കണ്ടുപിടിക്കും. ഏതെങ്കിലും ഹോസ്പിറ്റൽ റെക്കോർഡ്സോ അവർ നോക്കി അത് നിങ്ങൾ ക്ലെയിം ചെയ്യുന്ന സമയത്ത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് ചിലപ്പം നിങ്ങളുടെ ക്ലെയിം ഡിനൈ ആവാം. നിങ്ങൾക്ക് ഒരു പൈസയും കിട്ടാതെ ചിലപ്പം മടങ്ങേണ്ടി വരും. അതുകൊണ്ട് ഇപ്പം നിങ്ങൾക്ക് പ്രഷറോ അല്ലെങ്കിൽ ഷുഗറിൻ്റെ അസുഖമോ മുമ്പേ എന്തെങ്കിലും ഹാർട്ട് അറ്റാക്കോ ഹാർട്ടിൻ്റെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതെല്ലാം പോളിസി എടുക്കുന്ന സമയത്ത് തന്നെ റിവീൽ ചെയ്യുക. മുമ്പേ എന്തെങ്കിലും സർജറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൻജിയോപ്ലാസ്റ്റിയോ അല്ലെങ്കിൽ ഡയാലിസിസോ കിഡ്നീൻ്റെ കംപ്ലയിൻറ്റോ എന്ത് പ്രശ്നമാണെന്നുണ്ടെങ്കിലും പോളിസി എടുക്കുന്ന സമയത്ത് അത് ക്ലിയർ ആയിട്ട് പറയുക. ഓൺലൈൻ ഫോംസിലാണെങ്കിൽ അത് എഴുതി ഫില്ല് ചെയ്യുക, നെക്സ്റ്റ് ബട്ടൺ അടിച്ച് പോകുന്നതിന് പകരം. ഇത് നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത്, അതായത് ഒരു ക്ലെയിം നിങ്ങൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി ക്ലെയിമിന് നിങ്ങൾ അപേക്ഷ കൊടുക്കുന്ന സമയത്ത് ചിലപ്പം ഈ ഇൻഷുറൻസ് കമ്പനീസ് നിങ്ങൾക്ക് ഈ അസുഖം നേരത്തെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് ആ കാരണം കൊണ്ട് നിങ്ങളുടെ ക്ലെയിം റിജക്റ്റ് ചെയ്യാം. അപ്പോൾ ഈ കാര്യം ദയവ് ചെയ്ത് ശ്രദ്ധിക്കുക. അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ പ്രീ ആൻഡ് പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസസ് ആണ്. അതായത് നിങ്ങളൊരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്നതിൻ്റെ മുൻപേ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി കഴിഞ്ഞാൽ എത്ര ദിവസം വരെ, അതിനാണ് പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ എന്ന് പറയാം. അത്രയും ദിവസം നിങ്ങൾക്ക് എന്തെല്ലാം ചിലവ് വരുന്നോ, ആംബുലൻസ് ആണോ, ഹോസ്പിറ്റലിൽ ഡോക്ടറെ കാണിച്ച ഫീസ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഡിസ്ചാർജിൻ്റെ സമയത്ത് നിങ്ങൾ വാങ്ങിച്ച മരുന്നാണെങ്കിൽ, ഇതിൻ്റെ എല്ലാം എക്സ്പെൻസസ് അധിക ഇൻഷുറൻസ് കമ്പനീസും മീറ്റ് ചെയ്യും. ഒരു നല്ല ഇൻഷുറൻസ് കമ്പനി ഏറ്റവും മിനിമം 30 ദിവസം, 1 മാസം വരെ പ്രീ ഹോസ്പിറ്റലൈസേഷനും ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയതിനു ശേഷം 90 ദിവസം വരെയുള്ള ഹോസ്പിറ്റൽ എക്സ്പെൻസസും കവർ ചെയ്യും. അപ്പോൾ ഈ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. ഇതിൽ ചിലപ്പം ആംബുലൻസ് ചാർജസ് ഒക്കെ ഇൻക്ലൂഡഡ് ആയിരിക്കും. നല്ല പ്രീ ആൻഡ് പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ മാക്സിമം ഡ്യൂറേഷൻ, ചിലപ്പോൾ പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ 120 days വരെയൊക്കെ തരുന്ന ഇൻഷുറൻസ് കമ്പനീസ് ഉണ്ട്. അത്തരം ഒരു ഇൻഷുറൻസ് കമ്പനീനെ ചൂസ് ചെയ്യുക. ഇനി അഥവാ നിങ്ങൾക്ക് ഒരു ക്യാഷ്ലെസ് ക്ലെയിം ഉപയോഗിക്കാൻ പറ്റില്ലെങ്കിൽ, നിങ്ങൾ റീഇംബേഴ്സ്മെൻ്റ് ആണ് പോകുന്നതെങ്കിൽ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ എല്ലാ ബില്ലിൻ്റെയും ഒറിജിനൽ എടുത്ത് കയ്യിൽ സൂക്ഷിച്ചു വെക്കുക. എല്ലാ ഹോസ്പിറ്റൽ ടെസ്റ്റിൻ്റെയും എല്ലാ റിപ്പോർട്ടുകളും എല്ലാ ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷൻസും എല്ലാത്തിൻ്റെയും ഒറിജിനലും ഡ്യൂപ്ലിക്കേറ്റും നിങ്ങളെടുത്ത് കയ്യിൽ വെക്കുക. പോരാത്തതിന് ഡിസ്ചാർജ് ആയതിനു ശേഷം കറക്റ്റ് 1 മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ ഈ പറഞ്ഞ എല്ലാ ഡോക്യുമെൻസും ഇൻ ഒറിജിനൽ നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടി വരും റീഇംബേഴ്സ്മെൻറ്റ് കിട്ടാൻ. അത് കൂടുതൽ വൈകിച്ചാൽ നിങ്ങളുടെ ക്ലെയിം ചിലപ്പോൾ റിജക്റ്റ് ആവാനും സാധ്യതയുണ്ട്. അപ്പോൾ 1 മാസത്തിനുള്ളിൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം സബ്മിറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇനി അടുത്ത പോയിന്റ് കുറച്ചും കൂടിയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. ഇതും എനിക്ക് നേരിട്ട് സംഭവിച്ചതാണ്. എൻ്റെ അച്ഛൻ ആൻജിയോപ്ലാസ്റ്റി ചെയ്ത സമയത്ത് ഞങ്ങളെടുത്തുള്ള ഇൻഷുറൻസ് പോളിസി അതിന് തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റർ ഉണ്ടായിരുന്നു. തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറഞ്ഞാൽ ഇൻഷുറൻസ് കമ്പനീന് സ്വന്തമായിട്ട്
ഹോസ്പിറ്റലിൽ വന്നിട്ട് ഈ ക്ലെയിം കറക്റ്റാണോ, ഇങ്ങനെ ഒരു രോഗി അവിടെ അഡ്മിറ്റ് ആയിട്ടുണ്ടോ, എന്തെല്ലാം ടെസ്റ്റ് ചെയ്തു, എന്തെല്ലാം പ്രൊസീജിയർ ചെയ്തു, ഇതെല്ലാം അന്വേഷിക്കുന്ന ഒരു ടീമാണ്, അതിൻ്റെ ഒരു അഡ്മിനിസ്ട്രേറ്ററാണ്. ഇത് സ്വന്തമായിട്ട് ഒരു ഇൻഷുറൻസ് കമ്പനിയിൽ ഇല്ലെങ്കിൽ ഇത് പ്രൊഫഷണലായിട്ട് ചെയ്യുന്ന മറ്റ് കമ്പനികളുണ്ട്, അവരെയാണ് തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്ന് പറയുക. ഇവരുമായിട്ട് ടൈപ്പ് ഉള്ള ഇൻഷുറൻസ് കമ്പനീസ് ആണെങ്കിൽ നിങ്ങളുടെ ഹോസ്പിറ്റൽ അഡ്മിഷനും ഒരു ക്യാഷ്ലെസ് ക്ലെയിമാണ് നിങ്ങൾ റേസ് ചെയ്യുന്നതെങ്കിൽ ആ ക്യാഷ്ലെസ് ക്ലെയിം സെറ്റിൽ ആവാനും ആ എമൗണ്ട് കിട്ടാനും നിങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആവാനുള്ള സമയം എല്ലാം വൈകി പോകാൻ ചാൻസ് ഉണ്ട്, എല്ലാം ഡിലേ ആവും. കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെയും ഇൻഷുറൻസ് കമ്പനീൻ്റെയും ഇടയിൽ നിൽക്കുന്ന ആളാണ് ഈ തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റർ. അപ്പോൾ തേർഡ് പാർട്ടി ടീം സ്വന്തമായിട്ട് ഇല്ലാത്തൊരു ഇൻഷുറൻസ് കമ്പനീനെ ചൂസ് ചെയ്യാതിരിക്കുക. ഒട്ടുമിക്ക എല്ലാ വലിയ ഇൻഷുറൻസ് കമ്പനീസിനും സ്വന്തമായിട്ട് ഒരു ക്ലെയിം സെറ്റിൽമെൻറ്റ് അഡ്മിനിസ്ട്രേറ്റർ ഉണ്ടാവും, അതിൻ്റെ ഇൻഹൗസ് ടീം ഉണ്ടാവും. അപ്പോൾ അവർക്ക് തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റേഴ്സിന് ആവശ്യമില്ല. അങ്ങനെയുള്ള ഇൻഷുറൻസ് കമ്പനീസിനെ ചൂസ് ചെയ്താൽ നിങ്ങളുടെ ഹോസ്പിറ്റൽ അഡ്മിഷനും ഈ ക്യാഷ്ലെസ് ക്ലെയിം ആണെങ്കിൽ പോലും അത് സെറ്റിൽ ആവാനുള്ള സമയം എല്ലാം കുറഞ്ഞു കിട്ടും. നിങ്ങൾക്ക് നിങ്ങളുടെ ഹോസ്പിറ്റൽ അഡ്മിഷൻ കൂടുതൽ പ്രയാസമൊന്നുമില്ലാതെ ഡിസ്ചാർജ് ആയി വരാൻ പറ്റും. ഒരു തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റർ ഉള്ള ഒരു ഇൻഷുറൻസ് കമ്പനീനെയാണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുകൾ, കുറച്ച് കാലതാമസം, അല്ലാത്ത കുറച്ച് പൈസ നിങ്ങളുടെ കയ്യിൽ നിന്നും പോകാനെല്ലാം സാധ്യതയുണ്ട്. അപ്പോൾ ഈ കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി പറയാനുള്ളതാണ് ഇൻഷുറൻസ് പോളിസി, ഹെൽത്ത് ഇൻഷുറൻസ് പോളിസീൻ്റെ കൂടെ ചിലപ്പം ക്യാൻസർ കെയർ പ്ലാനായിട്ട് വേറെ പ്ലാനുകളുണ്ട്. അതായത് നിങ്ങൾ ക്യാൻസറൊക്കെ നേരത്തെ തന്നെ കണ്ടുപിടിക്കുകയാണെങ്കിൽ കംപ്ലീറ്റ് എമൗണ്ട് അവർ സെറ്റിൽ ചെയ്യും. ആ കണ്ടുപിടിച്ച കടലാസ് മാത്രം മതിയാവും, ഈ ഹോസ്പിറ്റലിൻ്റെ ബില്ലിൻ്റെയോ റിപ്പോർട്ടിൻ്റെയോ ആവശ്യങ്ങളൊന്നുമില്ല, നിങ്ങളുടെ ഒരു ഡോക്ടറിൻ്റെ ഒരു എഴുത്ത് മാത്രം മതിയാവും. അപ്പോൾ അങ്ങനത്തെ പ്ലാനുകൾ ഇപ്പോൾ വരുന്നുണ്ട്. പിന്നെ ടോപ്പ് അപ്പ് പ്ലാൻസ് വരുന്നുണ്ട്. അതായത് നിങ്ങളുടെ ഇപ്പോൾ സം അഷ്യൂർഡ് 5 lakhs ആണെങ്കിൽ ആ 5 lakhsൻ്റെ മുകളിലേക്ക് എത്ര എമൗണ്ടും നിങ്ങൾക്ക് ഒരു ഹോസ്പിറ്റൽ അഡ്മിഷന് ഒരു കൊല്ലത്തിലാവുന്നുണ്ടെങ്കിൽ അതിൻ്റെ 5 lakhsൻ്റെ മുകളിലേക്ക് വരുന്ന എമൗണ്ട് കവർ ചെയ്യാനാണ് ഈ ടോപ്പ് അപ്പ് പ്ലാൻസും സൂപ്പർ ടോപ്പ് അപ്പ് പ്ലാൻസ് എല്ലാം ഉള്ളത്. അപ്പം ഇത്തരം ടോപ്പ് അപ്പ് പ്ലാൻസും സൂപ്പർ ടോപ്പ് അപ്പ് പ്ലാൻസും നിങ്ങൾക്ക് വേണമെങ്കിൽ ഓപ്റ്റ് ചെയ്യാം. അത് പ്രത്യേകമായിട്ട് തന്നെ പേ ചെയ്യേണ്ടി വരും. ചെറിയ എമൗണ്ട് അടച്ചാൽ മതിയാവും, പക്ഷേ നിങ്ങൾക്ക് അഡീഷണൽ കവറേജ് കിട്ടും. മറ്റ് പല ആൾക്കാർക്കും ഉള്ളൊരു സംശയമാണ് ഇൻഷുറൻസിൻ്റെ കാര്യം ഉണ്ട് എന്നുള്ളത്. ഹോസ്പിറ്റലിൽ അഡ്മിഷൻ്റെ സമയത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഓവർ ട്രീറ്റ്മെൻറ്റ്, ഓവറായിട്ട് ടെസ്റ്റുകൾ ചെയ്യിപ്പിക്കും, ഡോക്ടർമാർ ആവശ്യമില്ലാത്ത ട്രീറ്റ്മെൻറ്റ് ചെയ്യും, ആവശ്യമില്ലാത്ത സർജറി പ്രൊസീജിയേഴ്സൊക്കെ ചെയ്യുന്നുള്ളത്. അതും തെറ്റിദ്ധാരണയാണ്. ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് എല്ലാ ടെസ്റ്റുകളും നിങ്ങൾക്ക് ആവശ്യമുള്ള ടെസ്റ്റുകളെ നിങ്ങളുടെ ഡോക്ടർ എഴുതുകയുള്ളൂ. എല്ലാ ഇൻഷുറൻസ് കമ്പനീസിനും അവരെ ടീം ഓഫ് ഡോക്ടേഴ്സ് ഉണ്ടാവും. അപ്പോൾ ഇൻഷുറൻസ് കമ്പനീസിനും നിങ്ങളൊരു ക്ലെയിം ചെയ്യുകയാണെങ്കിൽ അവരെ കയ്യിൽ നിന്നാണ് പൈസ പോകുന്നത്. അവർ മാക്സിമം അവരുടെ കയ്യിൽ നിന്ന് പൈസ പോകുന്നത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ ഡോക്ടർ ചെയ്യുന്ന പ്രൊസീജിയേഴ്സ്, അത് സർജറി ആവട്ടെ, ചെയ്യുന്ന ടെസ്റ്റുകളാവട്ടെ, MRI ആവട്ടെ, എന്താണെങ്കിലും ആ ഡോക്ടേഴ്സ് ചെയ്യുന്നത് കറക്റ്റാണോ എന്ന് അവർ ചെക്ക് ചെയ്യാൻ ഇൻഷുറൻസ് കമ്പനീസിനും ഡോക്ടേഴ്സിൻ്റെ തന്നെ ടീമുണ്ട്. അവരത് ചെക്ക് ചെയ്തിട്ട് മാത്രമേ ഇത് ചെയ്യുള്ളൂ. ആ ഡോക്ടേഴ്സിന് അലോ ചെയ്യുള്ളൂ. ആവശ്യമില്ലാത്ത ടെസ്റ്റുകളൊന്നും അതുകൊണ്ട് ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യാറുമില്ല, ചെയ്യിപ്പിക്കാറുമില്ല, ആവശ്യമില്ലാത്ത സർജറീസും ചെയ്യാറില്ല. ഇത് സത്യം പറഞ്ഞ ഒരു കൺവീനിയൻസ് ആണ്. നിങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ ഇല്ലാതെ നിങ്ങൾക്ക് ഹോസ്പിറ്റലിലെ ടെൻഷനും സ്ട്രെസ്സും ഒന്നും കൂടാതെ ഒരു ഹോസ്പിറ്റൽ അഡ്മിഷൻ, അത് ഏത് വലിയ പ്രൊസീജിയർ ആണെങ്കിലും ചെയ്ത് വീട്ടിലേക്ക് സമാധാനപൂർവ്വം എത്താൻ പറ്റുന്ന ഒരു കൺവീനിയൻസ് ആണ് ഹെൽത്ത് ഇൻഷുറൻസ്. തീർച്ചയായിട്ടും എല്ലാ ആൾക്കാരും എടുത്തിരിക്കേണ്ട സംഭവമാണ് ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനുകൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് ഈ നിങ്ങൾക്ക് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാന് സെലക്ട് ചെയ്യുമ്പം നിങ്ങൾ പലപ്പോഴും ഓർക്കാത്ത ചില കാര്യങ്ങളാണ്. എൻ്റെ എക്സ്പീരിയൻസിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളാണ്. പല രോഗികൾക്കും അവരുടെ സേവിങ്സ് പെട്ടെന്നൊരു ദിവസം കൊണ്ട് അവരുടെ പാരൻസിനോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു എമർജൻസി സർജറി ചെയ്യേണ്ടി വന്നുകൊണ്ട് അവരുടെ എല്ലാ സേവിങ്സും ഒറ്റ ദിവസം കൊണ്ട് തീരേണ്ട അവസ്ഥ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അത് ഞാൻ നേരിട്ട് കണ്ടിട്ടുമുണ്ട്. ആ അവസ്ഥ നിങ്ങൾക്ക് വരാതിരിക്കാൻ ഏതെങ്കിലും ഒരു നല്ല ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻ ഓപ്റ്റ് ചെയ്യുക. ഓപ്റ്റ് ചെയ്യാൻ നിങ്ങൾ ചൂസ് ചെയ്യേണ്ട ചില കാര്യങ്ങൾ, എന്തൊക്കെ കാര്യങ്ങളാണോ ശ്രദ്ധിക്കേണ്ടത്, അതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞത്. പലവരും നമ്മൾ അധികം ഈ ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ ടേംസ് ആൻഡ് പോളിസീസ് ഒന്നും വായിച്ചു നോക്കാറില്ല. ഇതെല്ലാം ചെറിയ ഡീറ്റെയിൽസ്, ഫൈൻ ചെറിയ പ്രിൻറ്റിലാണ് അവർ കൊടുത്തിട്ടുണ്ടാവുക. നമുക്ക് വായിക്കാനായിട്ട് സമയം ഉണ്ടാവില്ല. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെങ്കിൽ ദയവേദ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഷെയർ ചെയ്യുക. നിങ്ങൾ ഇതുവരെ ഡോഫോഡിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക. അതിൻ്റെ കൂടെ തന്നെ ബെൽ ബട്ടണും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ഞാൻ നിങ്ങളെ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നതാണ് ഇതേപോലത്തെ ഒരു വിഷയമായിട്ട്. ഞാൻ ഡോക്ടർ പ്രസൂൺ. ടേക്ക് കെയർ, സ്റ്റേ ഹെൽത്തി ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.